അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾ നമ്മളെ വിളിക്കുകയാണ് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പറയുന്നില്ലേ, ഐ എം ഗെറ്റിംഗ് റെഡി, ഐ വിൽ ബി ദർ ഇൻ ഫ്യൂ മിനിറ്റ്സ്, അല്ലേ? ഞാൻ റെഡി ആവുകയാണ്. റെഡി ആയാൽ ഐ എം റെഡി എന്ന് പറയും. അതാണ് വ്യത്യാസം. ഐ എം ഗെറ്റിംഗ് റെഡി, ആ ഒരു വ്യത്യാസമാണ്. ഓക്കെ. സോ പിന്നെ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഈ ഗെറ്റിങ്ങിൻ്റെ നമുക്ക് മറ്റുള്ള കോണ്ടെക്സ്റ്റുകൾ ഓരോന്നോരോന്നിട്ട് പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കൊരുപാട് പറയാൻ പറ്റും. അതിന് വേണ്ടത് നിങ്ങൾ എത്ര കാര്യങ്ങൾ പറയുന്നോ അത്രയും വാക്കുകളുടെ രണ്ടാമത്തെ രൂപം അറിയണം. നിങ്ങൾ ഒരു 100 കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാണ് 1 by 1 ഓരോന്നോരോന്നായിട്ട്. ആ 100 ചെയ്ത കാര്യങ്ങളുടെയും രണ്ടാമത്തെ രൂപം അറിയണം. ഒക്കെ ചിലപ്പോൾ എല്ലാത്തിൻ്റെ അറിയാൻ പറ്റില്ല. ഇപ്പം ഞാൻ അയച്ചു തന്ന ആ ചാർട്ടിൽ ഒരു 160 കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് കൂടാതെ നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, അപ്പം ഞാനത് കറക്റ്റ് ചെയ്ത് തരുന്നില്ലേ? അപ്പം അങ്ങനെ ചെയ്തു തരുമ്പം അറിയാത്ത വാക്കാണെങ്കിലും നോട്ട് ചെയ്യാം. ഇനി നോട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളത് വീണ്ടും ഉപയോഗിക്കും. പക്ഷെ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരൊറ്റ കേൾക്കലിനോ ഒരൊറ്റ കാണലിനോ ഓർത്ത് വെക്കാൻ പറ്റുമോ? രാവിലെ തൊട്ട് ഈ സമയം വരെ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടോ? കേട്ട കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? ഇല്ല, മറന്നു പോകും. പക്ഷേ ചില കാര്യങ്ങൾ വി ഷുഡ് മെമ്മറൈസ്, വി ഷുഡ് റിമെമ്പർ ഓൾവേസ്, അല്ലേ? എപ്പോഴും ഓർക്കേണ്ടതായിരിക്കും. അത് നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്യണം. Okay, today one of my students told me, sir, I get some words when I listen to something in English, but in few minutes it goes from me. I forget. I told him, if you want to memorize a word, you should make your own sentences. You should understand the meaning. If there are more than one meaning, you should know the meaning of the word and you should make your own sentences. That must be related to your life, your daily life. നമ്മൾ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സെൻറ്റൻസസ് ഉണ്ടാക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? എപ്പോഴും ആവശ്യമായിട്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതേ സാഹചര്യം വരുമ്പം, അതായത് എപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നാളെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്, മറ്റന്നാളും സംഭവിക്കാൻ സാധ്യത, നമുക്ക് ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടിരിക്കും ഉപയോഗിക്കാനുള്ള. മനസ്സിലായില്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി എന്ത് ചെയ്യണം? എക്സാമ്പിൾസ് ഉണ്ടാക്കി എഴുതി വെക്കണം. അപ്പോൾ ഒരിക്കലും നമ്മൾ മറക്കില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗെറ്റിങ്ങിൻ്റെ അപ്പോൾ ഐ ആം ഗെറ്റിംഗ് റെഡി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു, അത് നമ്മളെപ്പോഴും പറയുന്നൊരു സാധനമാണല്ലോ എന്നുള്ളത്. മലയാളത്തിൽ തന്നെ അപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ റെഡിയാകുന്നാണ് ഇപ്പോൾ എത്താം എന്ന് പറയുന്നില്ലേ നമ്മൾ? അപ്പോൾ പെട്ടെന്ന് എന്തോ ഐ വിൽ ബി ദർ ഇൻ കപ്പിൾ ഓഫ് മിനിറ്റ്സ് എന്ന് പറയാം, ഐ വിൽ ബി ദർ ഇൻ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറയാം, ഐ വിൽ ബി ദർ ബൈ 10 o'clock എന്ന് പറയാം. നമുക്കൊരു പെർട്ടിക്കുലർ ടൈം പറയാൻ അങ്ങനെ പറയാം, ഒരു അപ്രോക്സിമേറ്റ് ടൈം വരെ അങ്ങനെ പറയാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐ ആം ഗെറ്റിംഗ് റെഡി, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്, അതാണ്. ഓക്കെ. സോ ആ ഒരു പാഠത്തിൽ ശ്രദ്ധിക്കുക. ടൈം പറയുമ്പോൾ അറ്റ് പറയും. എല്ലാ ടൈമിലും നമ്മൾ അറ്റ് ഉപയോഗിക്കില്ല. ചില സമയത്ത് ആവുമ്പോഴത്തേക്ക് എന്ന് പറയുന്നില്ല നമ്മൾ. ഞാനവിടെ 9 മണിക്ക് ഞാനവിടെ എത്തും. ഐ വിൽ റീച്ച് ദർ അറ്റ് 9 o'clock. ഐ വിൽ റീച്ച് ദർ അറ്റ് 9 o'clock. 9 മണിക്ക് എത്തും. എന്നാൽ 9 മണി ആവുമ്പോഴത്തേക്ക് എത്തും എന്ന് പറയുന്നില്ലേ? 9 മണി, അതായത് 9 മണി ആവുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ 9 മണി ആവുന്നതിന് മുമ്പേ എത്തും എന്നല്ല പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ അറ്റല്ല, ബൈ ആണ്. ഐ വിൽ ബി ദർ ബൈ 9 o'clock. മനസ്സിലായില്ല? അത് ബൈ എന്ന് നമ്മൾ സമയത്തിന് മാത്രമല്ല, ദിവസത്തിനൊക്കെ അങ്ങനെ തന്നെ ഉപയോഗിക്കും, അല്ലേ? ഇപ്പം ഹിൽ ബി ഹിയർ ബൈ വെൻസ്ഡേ, അല്ലേ? വെൻസ്ഡേ അല്ല, ആവുമ്പോഴത്തേക്ക്, ഉറപ്പില്ലാത്ത കാര്യമൊന്നുമല്ല. അതായത് ഒരു സമയത്തിന് മുമ്പേ 10 മണി ആവുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തും എന്ന് പറയുമ്പോൾ 10 മണി ആവണ്ട നമ്മളെത്താൻ.
അതിന് മുമ്പേ എത്തും, ബിഫോർ ടൈമാണ്. 10 മണിക്ക് എത്തും എന്ന് പറയുമ്പോൾ 10 മണിക്കാണ് എത്തുക. യാ അപ്പം അത് നമുക്ക് ബൈ വെച്ച് വെറും ടൈം മാത്രമല്ല, ബൈ വെച്ച് ബൈ നെക്സ്റ്റ് ഇയർ പറയാം. ബൈ നെക്സ്റ്റ് ഇയർ അങ്ങനെ ദിവസം വെച്ച് ഐ വിൽ ബി ദർ ബൈ 2 o'clock എന്ന് പറയുമ്പം 2 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ഐ വിൽ ബി ദർ അറ്റ് 2 o'clock എന്ന് പറഞ്ഞാൽ 2 മണിക്ക് അവിടെ എത്തും. 2 മണിക്ക് മറ്റേത് 2 മണി ആകുമ്പോഴത്തേക്ക്, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു ചെയ്തു എന്ന് പറഞ്ഞ കാര്യമാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്തു. ഐ മെറ്റ് വൺ ഓഫ് മൈ ഓൾഡ് ഫ്രണ്ട്സ് ടുഡേ. വൺ ഓഫ് മൈ ഓൾഡ് ഫ്രണ്ട്സ് ടുഡേ. ഐ മെറ്റ് അതാണ് അവിടെ. കണ്ടുമുട്ടി, കണ്ടു അല്ലേ? അവിടെ ഒരു ഫിനിഷ്ഡ് ആക്ഷനാണ് കണ്ടുമുട്ടി എന്നുള്ളത് അല്ലേ? വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം. വി സ്പെൻഡ് എന്നുള്ളത് ഡി അല്ല, ടി ആണ്. വി സ്പെൻഡ് സെക്കൻഡ് ഫോമാണ്. ഡി വരുന്നത് ഫസ്റ്റ് ഫോമാണ്. ചെലവഴിക്കുക എന്നുള്ള ഡി, ചെലവഴിക്കുക എന്നുള്ള വാക്ക് വരുന്നത് SPEND ആണെങ്കിൽ ചെലവഴിച്ചു എന്ന് പറയുമ്പം അത് DT ആയിട്ട് മാറും. സ്പെൻഡ് അതാണ് വ്യത്യാസം. വി സ്പെൻഡ് കപ്പിൾ ഓഫ് അവേഴ്സ് ടുഗെദർ അല്ലേ? വി സ്പെൻഡ് കപ്പിൾ ഓഫ് അവേഴ്സ് ടുഗെദർ അല്ലേ? 1-2 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ചു. ഓക്കെ, അങ്ങനെ പറയാം. അപ്പോൾ ഇതിൽ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെ ചെയ്തില്ല എന്നും പറയേണ്ടി വരും. എല്ലാ കാര്യവും ചെയ്യുമോ നമ്മൾ? ചെയ്യാത്ത കാര്യമല്ലേ? ഐ ഡിഡിൻറ്റ് വേക്ക് അപ്പ് ഏർലി ടുഡേ. ഐ ഡിഡിൻറ്റ് വേക്ക് അപ്പ് ഏർലി ടുഡേ. ഐ വോക്ക് അപ്പ് ഏർലി ടുഡേ. ഐ ഡിഡിൻറ്റ് വേക്ക് അപ്പ് ഏർലി ടുഡേ. രണ്ടും ഒരു ടെൻസാണ്, രണ്ടും ഒരു സ്ട്രക്ചറാണ്. പക്ഷേ ഒന്ന് അതിൻ്റെ പോസിറ്റീവ്, മറ്റത് അതിൻ്റെ നെഗറ്റീവ്. ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സെക്കൻഡ് ഫോം ആണെങ്കിൽ അവിടെ മാത്രമേ അത് ഉപയോഗിക്കൂ. അതിൻ്റെ നെഗറ്റീവ് പറയുമ്പോൾ സെക്കൻഡ് ഉപയോഗിക്കില്ല, ഫസ്റ്റാണ് ഉപയോഗിക്കുക. അതായത് ഞാൻ കുറച്ച് വാക്കുകൾ പറയാം. ഐ സ്പോക്ക്, ഞാൻ സംസാരിച്ചു. ഐ ഡിഡിൻ സ്പോക്ക് അല്ല, സ്പീക്ക്. നെഗറ്റീവിലേക്ക് വരുമ്പം ഐ ഡിഡിൻ സ്പീക്ക്, ഞാൻ സംസാരിച്ചില്ല. വി മെറ്റ്, ഞങ്ങൾ കണ്ടുമുട്ടി. വി ഡിഡിൻ മീറ്റ്, ഞങ്ങൾ കണ്ടുമുട്ടിയില്ല. ഈ 2 സെൻറ്റൻസിലും ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ. ചിലതിൽ ആദ്യത്തേൽ ചെയ്തു എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ രൂപവും ചെയ്തില്ല എന്ന് പറയുന്നതിൽ ആ വാക്കിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു 10 സെൻറ്റൻസസ് പറയാം, ശ്രദ്ധിച്ചോ. ഐ ഡ്രാങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഐ ഡിഡിൻ ഡ്രിങ്ക് എനിത്തിങ്. മനസ്സിലായില്ലേ? ഒന്നിൽ ഐ ഡ്രാങ്ക് കുടിച്ചു, മറ്റേത് ഐ ഡിഡിൻ ഡ്രിങ്ക്. ഓക്കെ, ഇനി ഐ ടുക്ക് മൈ ബുക്ക്. ഐ ഡിഡിൻ ടേക്ക് മൈ ബുക്ക്. ഐ ട്രാവൽഡ് എ ലോട്ട് ടുഡേ. ഐ ഡിഡിൻ ട്രാവൽ എ ലോട്ട് ടുഡേ. ഐ ഹെൽപ്ഡ് മൈ സൺ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഗോ. ഐ ഡിഡിൻ ഗോ ദേ. ഐ ഡിഡിൻ ഗോ. പാസ്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ മാത്രമേ സെക്കൻഡ് ഫോം ഉപയോഗിക്കൂ. അതേ കാര്യം ചെയ്തില്ല എന്ന് പറയുമ്പം അത് ഡിഡായിട്ട് സ്പ്ലിറ്റ് ആവും. ഡിഡ് ഗോ എന്നായിട്ട് മാറും. ഐ ഡിഡിൻ ഗോ. ഐ ഡിഡിൻ വെൻ്റ് എന്ന് പറയില്ല. ഐ ഡിഡിൻ ഗോ. ഐ ഡിഡിൻ ടേക്ക്. ഐ ഡിഡിൻ ആസ്ക്. ഐ ഡിഡിൻ നോ. ഐ ഡിഡിൻ കോൾ. ഐ ഡിഡിൻ ഹെൽപ്പ്. ഐ ഡിഡിൻ ടേക്ക് എ ബാത്ത്. ഐ ഡിഡിൻ ട്രാവൽ. ഐ ഡിഡിൻ പേ. ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ്. ഐ ഡിഡിൻ വാക്ക്. ഐ ഡിഡിൻ ഈറ്റ്. ഐ ഡിഡിൻ ഡ്രിങ്ക്. ഐ ഡിഡിൻ സിങ്. ഇവിടെയൊക്കെ ഫസ്റ്റ് ഫോമാണ്. എന്നാൽ ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴോ ഐ സാങ്. ഐ ടുക്ക്. ഐ വാക്ക്ഡ്. ഐ ഡ്രാങ്ക്. ഐ ഏറ്റ്. ഐ ഹെൽപ്ഡ്. ഐ ലേൺഡ്. ഐ സ്പോക്ക്. ഐ സാറ്റ്. ഇതൊക്കെ സെക്കൻഡ് ഫോമാണ്. ഒരേ സാധനമാണ്, പക്ഷേ ഒന്ന് പോസിറ്റീവായിട്ട് പറയുന്നു, വേറൊന്ന് നെഗറ്റീവായിട്ട് പറയുന്നു. അത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പല കാര്യങ്ങളും ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ടാവുമോ? ഇല്ലല്ലോ. ഞാൻ നിങ്ങളോട് ഇന്ന് കാപ്പി കുടിച്ചോ എന്ന് ചോദിച്ചാൽ കുടിച്ചെങ്കിലല്ലേ കുടിച്ചു എന്ന് പറയണ്ടോ അല്ലേ? അപ്പം ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവും അല്ലേ? ഡിഡ് യു ഡ്രിങ്ക് ടീ ടുഡേ? ഡിഡ് യു ഡ്രിങ്ക് ടീ ടുഡേ? നീ ഇന്ന് ചായ കുടിച്ചോ? അപ്പോൾ കുടിച്ചെങ്കിൽ യെസ് ഐ ഡ്രാങ്ക്, കുടിച്ചില്ലെങ്കിൽ നോ ഐ ഡിഡിൻ ഡ്രിങ്ക്. അതാണ് മനസ്സിലാക്കേണ്ടത്.
പല ആൾക്കാരും നോ ഐ ഡിഡിൻ റാങ്ക് എന്ന് പറയും. ബിഗിനേഴ്സാണ്, തുടക്കക്കാർ മാത്രമേ അങ്ങനെ തെറ്റിക്കൂ. അറിയുന്ന ആൾക്കാർ തെറ്റിക്കൊന്നുമില്ല. അതായത് ബേസ് അറിയുന്ന ആൾക്കാരൊന്നും അങ്ങനെ തെറ്റിക്കില്ല. കാരണം അവർ ഓൾറെഡി ഉപയോഗിക്കുന്നതിലുള്ള കാര്യങ്ങൾ. കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസിലൊന്നാണിത് ഫിനിഷ്ഡ് ആക്ഷൻ, സിമ്പിൾ പാസ്റ്റ് എന്നൊക്കെ പറയും നമ്മൾ ടെൻസിൽ. പക്ഷേ ടെൻസ് ഒന്നും ഇപ്പോൾ നോക്കണ്ട, നമ്മൾ സംസാരിച്ചൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നറിയാം നിങ്ങൾ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മലയാളം നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മളൊരു ശീലമാണ്. നമ്മളെപ്പോഴും ഉറങ്ങി എഴുന്നേറ്റ് തൊട്ട് തിരിച്ച് ഉറങ്ങുന്നത് വരെ നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ല, ചിന്തിക്കുന്നതും ആ ഒരു ഭാഷയിലാണ്. അതിന് റെസ്റ്റില്ല. സംസാരിക്കുന്നതിന് റെസ്റ്റ് ഉണ്ട് അല്ലേ? സംസാരിക്കണമെങ്കിൽ നമുക്ക് ആരെങ്കിലും വേണം, ചിന്തിക്കാൻ ആരെങ്കിലും വേണോ? വേണ്ട. ഇത് രണ്ടും നടക്കുന്നത് മലയാളത്തിലാണ്. സംസാരവും നടക്കുന്നത് മലയാളത്തിലാണ്, ചിന്തയും നടക്കുന്നത് മലയാളത്തിലാണ്. ഈവൻ നമ്മൾ ഉറക്കത്ത് സ്വപ്നം കാണുന്നത് പോലും മലയാളത്തിലല്ലേ? ഇംഗ്ലീഷിൽ കാണുന്നുണ്ടോ സ്വപ്നം? സ്വപ്നത്തിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നില്ലേ? സംഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നില്ലേ? നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നതൊക്കെ അതൊക്കെ ഇംഗ്ലീഷിലാണോ? മലയാളത്തിലാണ്. അപ്പോൾ ഉണർവിലും ഉറക്കത്തിലൊക്കെ സംസാരിക്കുക നമ്മൾ മാതൃഭാഷയാണ്. അപ്പം അതിന് റെസ്റ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ തെറ്റിപ്പോകാൻ സാധ്യത കുറവാണ്, എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഇംഗ്ലീഷ് നമ്മളോട് തെറ്റിപ്പോകുന്നതും നമുക്ക് പല സെൻറ്റൻസും പറയാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതും ഇറ്റ്സ് നോട്ട് അവർ ഹാബിറ്റ്, നമ്മളെ ശീലമല്ല അത്. ഈവൻ നമുക്ക് ഓർമ്മ പോലും ഇല്ല അല്ലേ? ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് വന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ ഓക്കെ വി ക്യാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേ നിങ്ങൾ എന്താക്കുന്നുള്ളൂ, ഇംഗ്ലീഷ് ഓർക്കുന്നുള്ളൂ. അല്ലാതെ മുഴുവൻ സമയം ഞാൻ പറയാറുണ്ട്, വെൻ യു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, രാവിലെ എഴുന്നേറ്റുടനെ ഒരു 2 മിനിറ്റ് ബെഡിൽ ഇരിക്കുക, ഇരുന്നിട്ട് ജസ്റ്റ് ചിന്തിക്കുക എന്തൊക്കെയാണ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ടുഡേ, വാട്ട് യു ഗോണ ഡു ടുഡേ, എന്താ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ സ്വയം നമ്മളോട് തന്നെ ഗുഡ് മോർണിംഗ് പറയുക, കണ്ണാടിയിൽ നോക്കുക, ഗുഡ് മോർണിംഗ്, ഒന്ന് പുഞ്ചിരിക്കുക. എന്നിട്ട് വീട്ടിലുള്ള ആൾക്കാരോട് ഒക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ, പറ്റുമെന്നല്ല പറ്റണം, നമ്മൾ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം, ബിൽഡ് ചെയ്യണം എല്ലാ സ്ഥലത്തും. നമ്മൾ എവിടെ പോയാലും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പാർട്ട്നേഴ്സ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. എമംഗ് യുവർ ഫ്രണ്ട്സ്, നമ്മളെ ഫ്രണ്ട്സിനിടയിൽ, യുവർ റിലേറ്റീവ്സിനിടയിൽ, നിങ്ങളെ കസ്റ്റമറുടെ ഇടയിൽ. അപ്പം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ മറന്നു പോകില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാവിലെ എഴുന്നേറ്റുടനെ എത്ര മണിക്ക് എഴുന്നേറ്റ്. അപ്പം വാട്സപ്പിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മളെ ഗ്രൂപ്പ്, അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് കൊടുക്കുക, ഗുഡ് മോർണിംഗ്, ഐ വോക്ക് അപ്പ് അറ്റ് 5 o'clock ടുഡേ, ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ വരട്ടെ ഇംഗ്ലീഷ്. അപ്പം ആ ദിവസം മുഴുവൻ അത് ഓർക്കും. മനസ്സിലായില്ലേ? അപ്പം അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യണം. വി ഷുഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ഡോണ്ട് വെയിറ്റ് ഫോർ എനിത്തിങ് ടു ഹാപ്പൻ. ഒന്നും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കല്ല. യു ഹാവ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. നമ്മൾ സംഭവിപ്പിക്കണം. അതാണ് വ്യത്യാസം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, which one? Yeah, the offer. Yeah. Okay, I hope I will get more students. Okay. Definitely. Yeah. സംബടി എന്ന് ഉപയോഗിക്കും. അത് ഇത് പാഠത്തിൽ വരുന്നല്ല. സംബടി എന്നുള്ളത് എപ്പോഴും സംബടി, എനിബഡി, എവ്രിബഡി, എവ്രിതിങ്, നോബഡി, നോ വൺ, സംവൺ, എനിവൺ, ഇതൊക്കെ സിംഗുലറായിട്ടാണ് ഇംഗ്ലീഷിൽ പരിഗണിക്കുക. സിംഗുലർ. മലയാളത്തിൽ പറയുമ്പോൾ ഏകവചനം. അപ്പോൾ നമ്മൾ ഓരോ എക്സ്പ്രഷൻ പഠിക്കുമ്പോൾ മിക്കവാറും എല്ലാ എക്സ്പ്രഷനിലും ഓക്സിലറി ഉണ്ടാവും, ഓക്സിലറി വേർബ്സ്. അത് അത്ര ഡീപ്പായിട്ടൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ക്രമേണ പഠിക്കും. അതായത് വോസ്, ആമീസ്, ആറ്, വോസ്, വെയർ, ഹാവ്, ഹാസ്, ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗിക്കും. ഓക്കെ. അപ്പം സിംഗുലറിന് ഉപയോഗിക്കേണ്ട ഓക്സിലറി അല്ല പ്ലൂറലിന് ഉപയോഗിക്കാം പല പാഠത്തിലും. അപ്പം നിങ്ങൾ സംബടി ഡോണ്ട് നോ എന്ന് പറയല്ല, സംബടി ഡസിന്നോ ആണ്. കാരണം ഡസ്സാണ് സിംഗുലറിന് കൂടെ ഉപയോഗിക്കാം. സംബടി ഡസിന്നോ, somebody is calling you, somebody is calling you. അത് ഈസ് വന്നത് സംബടി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട്. പ്ലൂറലാണെങ്കിൽ ആറാണ് വരിക, ആറ് അല്ലേ? somebody doesn't know who you are. ചിലർക്ക് അറിയില്ല നീ ആരാണെന്ന്. somebody doesn't know who you are. Okay.
Which, no, I, who inspired me, you are asking. Yeah, I did that myself. സെൽഫ് മോട്ടിവേഷൻ എന്ന് കേട്ടില്ല? സെൽഫ് മോട്ടിവേഷൻ. നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൊക്കെ നമുക്ക് സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങൾ. VN app. VN. Yeah, that's very simple app. We can edit. We can, yeah, free. That's free. Yeah, it's available on Apple Store. VN. Which mobile phone are you using? Yeah, so it's available on Apple Store. Free. No, I just started today. I was not familiar with that before. I used InShot. InShot is, I think, it's old-fashioned. But today I just used that VN app because one of my students recommended that. He said to me that it's good for. Yeah. There are so many applications. There are so many apps, editing apps, but we are not familiar with most of them. Nowadays kids are more brilliant in that case. Kids, in our home, we can learn many things from them. If you wanted to get your photo edited, you can entrust your son, youngest son, not eldest, youngest son or daughter. Yeah, they'll do. PP. So which no. That VN is it has both. If you want to do some, if you want to use some basic editing options, you can get it free. And if you want to go pro, advanced, you have to pay. And I will send you a link. You can install. Okay, that's great. Okay. No, what I'm saying, we can motivate ourselves a lot. You can motivate yourself a lot. Okay. If someone comes to you and say, for example, Muhammad, everyone should wake up at 5 o'clock. Early morning gives you a lot of energy. You heard it from someone, right? Don't you know that? Yeah, you already know that. Getting up early in the morning will give us more energy. You know already, but you didn't do that. But when you heard from someone else, when you heard from a motivator, you took that word. Only that's the difference, That's why I say we can motivate ourselves a lot. But most of the people don't do that. They are waiting for motivation from others. They are waiting for motivation from some expert. No, we can do that. But we don't know everything. Something we get motivated from others. That's why in interview, definitely, experienced people. Yeah, experienced people. For example, you want to get some tips about business. You would like to start a business. You don't have experience by doing business. So you have to get a lot of lessons from experienced people who did business, who became successful in business. You should get some tips, some lessons from them. Am I right? Yeah. Okay. So that's why when we attend an interview, we say as one of your strengths, I can motivate myself and others. I can motivate others and myself. I can motivate others. മറ്റുള്ളവരെ and myself, എന്നെയും. Yeah, definitely. Okay, we are going back to that lesson. I said to you, if you want to say something you did, second form. If you want to say something you didn't do, first form. അതാണ് നേരത്തെ പറഞ്ഞത്. ചായ കുടിച്ചു എന്ന് പറയുമ്പോഴും കുടിച്ചില്ല എന്ന് പറയുമ്പോഴും രണ്ടും ഒരേ പാഠമാണ്. പക്ഷേ ഒന്ന് പോസിറ്റീവായിട്ട് പറയാണ്, കുടിച്ചു, അതിന് സെക്കൻഡ് ഫോം ഉപയോഗിക്കണം.
രണ്ടാമത്തെ നെഗറ്റീവായിട്ട് പറയുമ്പം ഐ ഡിഡിൻ ഡ്രിങ്ക്, മറ്റേത് ഐ ഡ്രാങ്ക്, ഐ ഡിഡിൻ ടേക്ക്, ഐ ടുക്ക്. ആ ആ യാ അതായത് നമ്മളോട് ഒരാളൊരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇന്ന് നിൻ്റെ വണ്ടി എടുത്തോ എന്ന് ചോദിക്കുമ്പം എടുത്തെങ്കിൽ മാത്രമല്ലേ ഞാൻ എടുത്തു എന്ന് പറയണ്ടോ, അല്ലെങ്കിൽ എടുത്തില്ല എന്നല്ല പറയാം. അപ്പോൾ എടുത്തു എന്ന് പറയുമ്പം യെസ് ഐ ടുക്ക് മൈ വെഹിക്കിൾ, ഐ ടുക്ക് മൈ വെഹിക്കിൾ. നോ ഐ ഡിഡിൻ ടേക്ക് മൈ വെഹിക്കിൾ. ആദ്യത്തിൽ ഐ ടുക്ക്, രണ്ടാമത്തിൽ ഐ ഡിഡിൻ ടേക്ക്. അതാണ് വ്യത്യാസം. ഞാൻ പറയാൻ കാരണം ബിഗിനേഴ്സിൽ പല ആൾക്കാരും അതിങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് ക്ലിയർ ആവും കേട്ടോ, അത് റെഡിയാവും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ചുമ്മാ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയല്ല, നിങ്ങൾ സംസാരിക്കും, നമ്മൾ സംസാരിക്കും. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിടില്ല തെറ്റിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് കുറേ പ്രാവശ്യം തെറ്റിക്കുമ്പോൾ അങ്ങ് ശരിയായി വരും, ഡോൺ വറി. പക്ഷെ നമ്മൾ കഴിയുന്നതും മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കുമ്പം ആ തെറ്റ് കുറയും, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു എക്സ്പ്രഷൻ്റെ 4 രൂപം കാണാം നമുക്ക്. ഒരു പാഠത്തിന് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് 4 രൂപം. അതായത് ഒന്ന് അതിൻ്റെ പോസിറ്റീവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ ടുക്ക്, ഞാൻ എടുത്തു. പിന്നെ ഒന്ന് അതിൻ്റെ നെഗറ്റീവ്, നോ ഐ ഡിഡിൻ ടേക്ക്, അല്ലേ? ഇത് രണ്ടും ആൻസറാണ്, ഉത്തരമാണ്, അല്ലേ? ഈ രണ്ട് ഉത്തരം പറയണമെങ്കിൽ നിങ്ങളോട് ഒരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവില്ലേ, എന്തുകൊണ്ടാ അതെ ഞാൻ എൻ്റെ വണ്ടി എടുത്തു എന്ന് പറഞ്ഞത്? ഒരാൾ നിങ്ങളോട് നീ നിൻ്റെ വണ്ടി എടുത്തോ എന്ന് ചോദിച്ചോണ്ടല്ലേ. എന്തുകൊണ്ടാ അതെ ഞാൻ മുഹമ്മദ് ആണെന്ന് പറഞ്ഞത്? ഒന്നിക്കിൽ നീ മുഹമ്മദ് ആണോ എന്നോ അല്ലെങ്കിൽ നിൻ്റെ പേരെന്താണെന്നോ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ളത് പറഞ്ഞില്ല. അപ്പോൾ ചോദ്യങ്ങൾ പഠിക്കണ്ടേ? ചോദ്യങ്ങളും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവായിട്ടും ചോദിക്കും, ഒന്ന് നെഗറ്റീവായിട്ടും ചോദിക്കും. നീ കുടിച്ചോ എന്നും ചോദിക്കാം, നീ കുടിച്ചില്ലേ എന്നും ചോദിക്കാം, നീ കണ്ടോ എന്നും ചോദിക്കാം, നീ കണ്ടില്ലേ എന്നും ചോദിക്കാം, നീ എടുത്തോ എന്നും ചോദിക്കാം, നീ എടുത്തില്ലേ എന്ന് ചോദിക്കാം, എനിക്ക് കിട്ടിയോ എന്ന് ചോദിക്കാം, നീ കിട്ടിയില്ലേ എന്ന് ചോദിക്കാം. രണ്ടും ഒരു പാടാണ്, രണ്ടും ഒരു എക്സ്പ്രഷനാണ്. പക്ഷേ ഒന്ന് പോസിറ്റീവായിട്ട്, മറ്റത് നെഗറ്റീവായിട്ട്. ഇപ്പം നെഗറ്റീവായിട്ട് ചോദിക്കുന്നതിൽ നെഗറ്റീവ് വേർഡ് ഉണ്ടാവും, ഇൻഡ്, നോട്ട്, ഇതുപോലത്തെ വാക്കുകളുണ്ടാവും. സ്പീഡാവുന്നുണ്ടോ ചോദിക്കണേ, ഞാനൊന്ന് സ്ലോ ആക്കാം. റിപ്പീറ്റ് ചെയ്യണേ പറയണേ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നീ എടുത്തോ ഡിഡ് യു ടേക്ക്, നീ എടുത്തോ ഡിഡ് യു ടേക്ക്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, നീ എടുത്തോ ഡിഡ് യു ടേക്ക്. കാരണം അതിലൊരു നെഗറ്റീവ് വേർഡ് പോലും ഇല്ല. ഡിഡ് നെഗറ്റീവ് അല്ല, യു നെഗറ്റീവ് അല്ല, ടേക്ക് നെഗറ്റീവ് അല്ല, അവിടെ നെഗറ്റീവ് വേർഡായിട്ടൊന്നുമില്ല. അപ്പം നീ എടുത്തോ എന്നാണ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു ടേക്ക് അത് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഈ ഡിഡിന് അങ്ങ് നെഗറ്റീവ് ആക്കിയാൽ മതി, ഇൻഡ് ചേർത്തിട്ട്. ഡിഡിൻ യു ടേക്ക്, ഡിഡിൻ യു ഗോ, ഡിഡിൻ യു സീ, ഡിഡിൻ യു ആസ്ക്, ഡിഡിൻ യു കം, ഡിഡിൻ യു അണ്ടർസ്റ്റാൻഡ്, didn't you eat anything, didn't you call your brother, didn't you reach there on time, didn't you understand my class, didn't you prepare for exam, didn't you know anything about that. നീ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലേ, didn't you know, അറിഞ്ഞില്ലേ, did you know, അറിഞ്ഞോ, did you see, കണ്ടോ, didn't you see, നീ കണ്ടില്ലേ, did you call, നീ വിളിച്ചോ, didn't you call, നീ വിളിച്ചില്ലേ, did you ask, നീ ചോദിച്ചോ, didn't you ask, നീ ചോദിച്ചില്ലേ, ഡിഡ് യു ഗെറ്റ്, നിനക്ക് കിട്ടിയോ, ഡിഡിൻ യു ഗെറ്റ്, നിനക്ക് കിട്ടിയില്ലേ. ഞാൻ പഠിച്ചത് ഇതുപോലെ സെൻറ്റൻസുകൾ, ഒരു സെൻറ്റൻസ് കിട്ടുമ്പോൾ അത് മാക്സിമം തവണ പറഞ്ഞു നോക്കുക. കാരണം ആയിരക്കണക്കിന് പ്രാവശ്യം പറഞ്ഞ സെൻറ്റൻസുകളാണ് നമ്മൾ വീണ്ടും വീണ്ടും മലയാളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റുന്ന കാര്യമില്ല, അത് ശരി തന്നെ പറയും. അതുപോലെ നമ്മൾ ഒരു സെൻറ്റൻസ് ഡിഡ് യു റീച്ച് ദർ ഓൺ ടൈം, ഡിഡ് യു റീച്ച് ദർ ഓൺ ടൈം, നീ അവിടെ കൃത്യസമയത്ത് എത്തിയോ, ഡിഡ് യു റീച്ച്. എത്തിയില്ലേ എന്ന് ചോദിക്കുമ്പം അതേ സാധനം ഡിഡിൻറ്റ് നാക്കിയാൽ മതി. ഡിഡിൻറ്റ് യു റീച്ച് ദർ ഓൺ ടൈം. അതാണ് ഞാൻ പറഞ്ഞത്. യെസ് ഐ ഡിഡിൻറ്റ് റീച്ച്ഡ് എന്ന് പറയോ? യെസ് വെക്കുമ്പം അതേന്നല്ലേ, യെസ് വെക്കുമ്പം അതേന്നല്ലേ. അതേന്ന് പറയുമ്പം ഞാൻ എത്തി എന്നല്ല പറയാം, അതേ ഞാൻ എത്തി എന്നല്ല പറയാം. അതേ ഐ റീച്ച്, നോ വെക്ക്, കറക്റ്റ്. നോ വെക്കുമ്പോൾ നോ ഐ ഡിഡ്ന്റ് റീച്ച് ദർ. യെസ് വെക്കുമ്പം യെസ് ഐ റീച്ച്ഡ്. വേണ്ട, അതാ ഞാൻ പറഞ്ഞത്. നോ ഐ ഡിഡിൻറ്റ് റീച്ച്ഡ് എന്ന് പറയാൻ പാടില്ല. റീച്ച്ഡ് സെക്കൻഡ് ഫോമാണ്, റീച്ച് വരണം അവിടെ.
റീച്ച്ഡ് നമ്മൾ പറയുന്നത് എത്തി എന്ന് പറയാനാണ്. ആ നോ അതാ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് ബിഗിനേഴ്സ് ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. നോ ഐ ഡിഡിൻ വെൻഡ് എന്ന് പറയും, നോ ഐ ഡിഡിൻ കോൾഡ് എന്ന് പറയും, നോ ഐ ഡിഡിൻ ഹെൽപ്ഡ് എന്ന് പറയും. അതൊക്കെ ബിഗിനേഴ്സ് തെറ്റിച്ച് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഐ ഡിഡിൻ്റെ വരുമ്പം ഫസ്റ്റ് ഫോമാണ്. നോ ഐ ഡിഡിൻ ഹെൽപ്പ്, നോ ഐ ഡിഡിൻ ആസ്ക്, നോ ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ്, നോ ഐ ഡിഡിൻ ഗെറ്റ്, നോ ഐ ഡിൻ നോ എനിത്തിങ് അബൌട്ട് ദാറ്റ്. നമ്മൾ ചിലത് പറയില്ല ഞാനൊന്നും അതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന്. No, I didn't know anything about that. No, I didn't know anything about that. No, I didn't know. ഈ ഡിഡിൻ്റ് എന്നുള്ള ഡിൻ എന്നാ കേൾക്കും കേട്ടോ പറയുമ്പം. No, I didn't know anything about that. I didn't know anything about that. ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. He didn't ask me anything. അവൻ എന്നോടൊന്നും ചോദിച്ചില്ല. She didn't call me yesterday. അവൾ ഇന്നലെ എന്നെ വിളിച്ചില്ല. I didn't tell anything about that. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അതൊക്കെ നെഗറ്റീവാണ്. അപ്പം നമ്മൾ ഒരു പാഠത്തിൻ്റെ തന്നെ 4 രൂപമാണ് ഇപ്പം പറഞ്ഞത്. ഒന്ന്, കണ്ടു എന്ന് പറയുന്ന പാഠത്തിൻ്റെ നെഗറ്റീവ് കണ്ടില്ല, ചോദ്യം കണ്ടോ, നെഗറ്റീവായിട്ട് ചോദിക്കുമ്പം കണ്ടില്ലേ, ഇത് 4ഉം കൂടിയതാണ് ഒരു ലെസൺ ഇടുന്നത്. അതായത് കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച്. അതെന്താക്കിയാൽ മതി, ഒരു സെൻറ്റൻസ് 4 ആക്കിയിട്ട് ഇത് 4ഉം പറഞ്ഞു നോക്കിയാൽ മതി. അങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ. ഇപ്പോൾ ഉറങ്ങി എന്ന് പറയുമ്പോൾ അവൾ ഉറങ്ങി എന്ന് പറയുമ്പം ഷീ സ്ലെപ്റ്റ്, സ്ലീപ്പിൻ്റെ സെക്കൻഡ് സ്ലെപ്റ്റ്, ഉറങ്ങി എന്ന് പറയുമ്പോൾ അവിടെ മാത്രമേ സ്ലെപ്റ്റ് ഉള്ളൂ, ബാക്കിയുള്ളടത്തേക്ക് സ്ലീപ്പാണ്. ബാക്കി 3 രൂപങ്ങളില്ലേ. ഷീ സ്ലെപ്റ്റ്, അവൾ ഉറങ്ങിയില്ല. ഷീ ഡിഡിൻറ്റ് സ്ലീപ്പ്, സ്ലെപ്റ്റ് അല്ല. ഡിഡ് ഷീ സ്ലീപ്പ്, അവൾ ഉറങ്ങിയോ? ഡിഡിൻ ഷീ സ്ലീപ്പ്, അവൾ ഉറങ്ങിയില്ലേ? നമ്മളെ മൂപ്പർ ഒരു നിങ്ങളെ മോട്ടിവേറ്റർ, നിങ്ങൾ ബിസിനസ് കോച്ച് അനിൽ ബാലചന്ദ്രൻ്റെ ഒരു ടിപ്പ് ഇതിലെടുക്കാം നമുക്ക്. അതായത് ഡെപ്തിലേക്ക് പോവാം. വിഡ്ത്തിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യുക ഡെപ്തിലേക്ക്. മൂപ്പർ ഒരു വാക്ക് കടമെടുക്കുകയാണ്. അതായത് ഒരു സ്ട്രക്ചർ പഠിക്കുമ്പോൾ അതൊരുപാട് പ്രാവശ്യം, ആസ് മെനി ആസ് പോസിബിൾ, ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടങ്ങ് ആഴത്തിലിറക്കി കളയാം. പിന്നെ അത് പോയി കളയില്ല. വിടുത്തെന്ന് പറയുമ്പോൾ എല്ലാം കുറച്ച് തൊട്ട് നോക്കും, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞ? കറക്റ്റല്ലേ? യെസ്. ഒരാളൊരു 50 എക്സ്പ്രഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു, ജസ്റ്റ് ഒന്ന് നോക്കി, കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം പറയും ഞാൻ 50 എക്സ്പ്രഷൻസ് 50 യൂസേഴ്സ് പഠിച്ചു എന്ന് പറയും. പക്ഷെ ഒന്നിലും അദ്ദേഹം ഡെപ്തിലേക്ക് പോയില്ല. വിഡ്ത്ത് അതെല്ലാം അങ്ങനെ തന്നെ. കോഴ്സസ് കാണുന്നില്ല നമ്മൾ. ചില ആൾക്കാർ ഒരുപാട് കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യും, ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും, പക്ഷെ ഒന്നിനെക്കുറിച്ചും കാര്യമായിട്ട് അറിവുണ്ടാവില്ല. അതും എന്താണ്? വിഡ്ത്തിലേക്ക് പോയതാണ് അല്ലേ? ഡെപ്തിലേക്ക് പോകുന്ന ആൾ ഒരു കോഴ്സ് പഠിച്ചാൽ ആ കോഴ്സിനെ കുറിച്ച് പറഞ്ഞോളൂ. അത് ആഴത്തിലിറക്കുക. യെസ് യു ആർ കറക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു 10 യൂസേഴ്സ് കോമണായിട്ട് യൂസ് ചെയ്യുന്ന 10 കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ആ 10 കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ആ സംസാരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ ഇല്ലേ, അതിൽ നിന്ന് കിട്ടുന്നൊരു ഒരു സന്തോഷമില്ലേ, ഒരു കോൺഫിഡൻസ് ഇല്ലേ, ആ കോൺഫിഡൻസാണ് ബാക്കിയുള്ളത് പഠിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക. ബിസിനസ്സിലും അങ്ങനെയല്ലേ, നമുക്ക് റിട്ടേൺ കിട്ടുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുക. മുഹമ്മദിൻ്റെ ബിസിനസ്സിൽ മുഹമ്മദ് കണക്കെടുക്കുമ്പോൾ നല്ല പ്രതീക്ഷിച്ചതിലും അപ്പുറം പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ മുഹമ്മദ് ആ ബിസിനസ് ഒന്നും കൂടിയും അല്ലേ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ലേ അല്ലേ? അതേസമയം റിസൾട്ട് ഇല്ല എന്ന് വിചാരിക്കുക, എത്ര ഇറക്കിയിട്ടും കാണുന്നില്ല എന്നുമ്പോൾ വലിയൊരു മൂഡുണ്ടാവുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ മുഹമ്മദിനെ ആൾക്കാർ തിരിച്ചറിയുകയാണ്. മുഹമ്മദിൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെ ആക്കുകയാണ്. ആ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളില്ലേ എന്ന് പറയാണ് മുഹമ്മദിനെ കൊണ്ട്. അവൻ്റെ ഇംഗ്ലീഷ് അടിപൊളിയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മുഹമ്മദിനെ അത് കേൾക്കുമ്പോൾ കൂടുതൽ എന്താവും, ഇത്ര കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ആൾക്കാർ എന്നെ ഈ രീതിയിൽ തിരിച്ചറിയുകയാണെങ്കിൽ കൂടുതൽ ചെയ്താൽ എന്തായിരിക്കും?
അതാണ് അതിൻ്റെ. അപ്പോൾ കോൺഫിഡൻസ് കുറച്ച് വന്നാൽ പിന്നെ നമ്മൾ കത്തിക്കയറും. ഈ കോൺഫിഡൻസ് വരാത്തെന്താണെന്ന് വെച്ചാൽ വി ഡു നത്തിങ്. വി ഓൾവേസ് കീപ് കംപ്ലൈനിങ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ചില കുട്ടികൾ എന്നോട് പറയും, സർ ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്, ഐ വുഡ് ലൈക്ക് ടു ബി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്, ബട്ട് ദ പ്രോബ്ലം ഐ ഡോണ്ട് ഹാവ് ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക്. If I am in my home, there is no one speaking English. There is no one speaking English. Among my friends, everyone speaks Malayalam. No one supports me. So, how can I be fluent in English? How can I improve my English? എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ടത് they have to build their own platform everywhere. നമ്മളെല്ലായിടത്തും വീട്ടിൽ പോയാൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട സാഹചര്യം ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കണം. Our brothers and sisters are studying in English medium school. Have you ever spoken anything in English with them? Have you ever spoken anything in English with them? I just asked a question. There are there is someone in your home. There are some people in your home. They know how to speak English. Your sisters, your brothers, they are studying in English medium. They speak English very well. Have you ever spoken anything in English with them? No. So don't say there is no opportunity. There is opportunity. You don't take it. You don't see it. You don't use it. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഐ എം ഷുവർ സം ഓഫ് യുവർ ഫ്രണ്ട്സ് ആർ ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. സം ഓഫ് യുവർ ഫ്രണ്ട്സ് വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. എല്ലാവരും സംസാരിക്കുന്ന ആൾക്കാരല്ല, സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ തന്നെ പല ലെവലിൽ നന്നായിട്ട്. someone is fluent in English, someone is average, intermediate, someone is beginners. ഒക്കെ ചിലർ ബിഗിനേഴ്സാണ്, എന്നാൽ ചിലർ ഒന്നുമല്ല ഇംഗ്ലീഷ്, ബട്ട് ദേ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. പഠിക്കണം. ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. പഠിക്കേണ്ടവരെ യു ഷുഡ് ടീച്ച് ദം, പഠിപ്പിക്കണം. സംസാരിക്കുന്നവരെ യു ഷുഡ് യൂസ് ദം, അവർ ഉപയോഗിക്കണം. നിന്റെ ലെവലിലുള്ള ആൾക്കാരെ യു ഷുഡ് ഗോ വിത്ത് ദം, അവരുടെ കൂടെ പോകണം. നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാണ്. വി ഡോണ്ട് ഡു എനിത്തിങ് ആൻഡ് വി കീപ് കംപ്ലൈനിങ് ഐ ഡോണ്ട് ഹാവ് ഓപ്പർച്യൂണിറ്റി. ദാറ്റ്സ് ദ തിങ്. Am I right? Okay. So, definitely we need to change ourselves. The same person who said to me, sir, I would like to learn English, or I should learn English, I should be fluent in English. If I ask him, what did you do last 1 week? Did you get a single word in English, a single new word in English? He would say no. Why? He didn't get anything. He didn't do anything. ആരും മലയാളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാരും. പക്ഷെ തുടക്കത്തിൽ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ പറയുന്നില്ലേ, സാർ ഇൻസ്ട്രക്ടറോട് പറയും, സാർ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. യാ ഷുവർ, ഡു ഇറ്റ്.